നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായിട്ടും ഇന്നും ബെഡിൽ നിന്ന് എണീച്ചിട്ടില്ല. പേഴ്സ് നോക്കി പിടിച്ച് ഇങ്ങനെ കരയാണ്. പക്ഷെ എന്താ അപ്പൊ നോക്കുമ്പോ എന്താണെന്നറിയോ, ഭാര്യയുടെ ഫോട്ടോ, അവനുള്ള ഫോട്ടോ നോക്കി കരയാണ്. ഭാര്യയോടുള്ള സ്നേഹം. എന്റെ സുഹൃത്തുക്കളെ, പ്രവാസിയുടെ പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ദിനാറ്, റിയാല്, ദിർഹമിട്ട് വെക്കാനുള്ള ഒരു വസ്തു മാത്രമല്ല, അതില് എന്താ പറയാ, ഓർമ്മകൾ സൂക്ഷിക്കുന്ന വല്ലാത്തൊരു പേടകാണത്. കണ്ടില്ലേ? ഏത് സാഹചര്യത്തിലും ഭാര്യയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ, മാതാപിതാക്കളുടെ ഒക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ഊർജം തരും. പ്രവാസിയുടെ പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൈസ ട്രാക്കുള്ള സാധനമല്ല, പ്രണയത്തിന്റെ മനോഹരമായിട്ടുള്ള അറകളാണ് ഇതിലുള്ളത്. പ്രവാസിയുടെ പേഴ്സിൽ പണം സൂക്ഷിക്കണതല്ല, മറിച്ച് വീടിന്റെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ, ഭാര്യയുടെ, മക്കളുടെ ഒക്കെ ഓർമ്മകൾ തേടുന്ന ഒരു എന്താ പറയാ, പേടകം കൂടിയാണ്. ഭാര്യയോടുള്ള സ്നേഹം ഉണ്ട് അതില്, അല്ലെങ്കിൽ തിരിച്ചു വേഗം വരൂ എന്നുള്ള പ്രത്യാശയ്ക്ക് ഈ പേഴ്സിന്റെ ഉള്ളടക്കത്തിലുണ്ട്. ഇത് കുറെ വർഷമായിട്ട് നിങ്ങളുണ്ടത്? എപ്പോഴും ഇത് പ്രവാസിയതിനു ശേഷം ഭാര്യയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടോ? എപ്പോഴും? മാഷാഅല്ലാഹ്, ഭാര്യയുള്ള അഗാധമായിട്ടുള്ള സ്നേഹം. അതായത് പ്രവാസ ജീവിതത്തിന്റെ മുഴുവൻ വികാരവും ഒരൊറ്റ ഫോട്ടോയിൽ ഒടുങ്ങിയിരിക്കുന്നത്. അതാ മൊന്നു നൂർജ, നിനക്കായി അവൻ കരുതിയ ഹൃദയം പേറുന്ന പേടകാണിത്. ഓക്കെ, ഇത് വെറും ഒരു തോലിന്റെ പേഴ്സല്ല, പ്രണയത്തിന്റെ അറയാണ്. അല്ലേ നൂർജ? എന്റെ ഒരു സ്പർശനത്തിൽ തുടിക്കേണ്ട ഹൃദയം കട്ടിലിൽ കിടന്നിട്ട് ഇങ്ങനെ നേരം വെളുപ്പിക്കാൻ അറിയാതെ കഴിച്ചു കൂട്ടോ. രാവിലൊക്കെ ഫുള്ള് ഫോൺ വിളിയാണ്. നൂർജ എന്ന് പറഞ്ഞ അലട്ട് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരീരം മാത്രമാണ് അകലെയുള്ളത്, പക്ഷെ ഓർമ്മകൾ അവൻ ജീവിക്കുകയാണ്. എന്തായാലും എന്റെ ശൂന്യതയിൽ അവൻ ഒരുപാട് എന്താ പറയാ സങ്കടത്തിലാണുള്ളത്. പക്ഷെ ഞാൻ കൂടെ ഉള്ളതിന് പ്രശ്നമില്ലല്ലോ. ഉണ്ടോ നൂർജ?